ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് സാവകാശം തന്നു, ആരോഗ്യം തന്നു, ആയുസ്സിനെ കൂട്ടി തന്നു. സ്തോത്രം. കർത്താവ് നമ്മളോട് കൂടിയിരിക്കുന്നു. നമ്മുടെ ലംഘനങ്ങൾക്കും നമ്മുടെ ബലഹീനതകൾക്കും മീതെ അവൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ ഇന്ന് തൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ മറച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി തന്നെയായിരിക്കാം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ക്രിസ്തുവും അവൻ്റെ ശരീരമാണ് സഭയും തമ്മിലുള്ള ബന്ധം. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും മിക്കവാറും റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ സഭ എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ കൺസെപ്റ്റ് കടന്നു പോകുന്നത് ഡിനോമിനേഷനിലേക്ക്, ഫിസിക്കലായിട്ടുള്ള ഡിനോമിനേഷനിലേക്ക്. ദാറ്റ് ഈസ് നോട്ട് ദ പ്ലാൻ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞത്, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞത് ഇന്ന് കാണുന്ന ഫിസിക്കലായിട്ട് ഒരു ചർച്ചുമല്ല. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പല ആൻസർ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും പിന്നെ എഴുതേണ്ടേ വന്നു. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? തിമോഥെയോസ് 3:15 എഴുതിയിരിക്കുന്ന പോലെ ജീവനുള്ള കല്ലാവുന്ന ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി, ക്രിസ്തു വസിക്കുന്ന ഗൃഹമായി, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ടാണ് പണിയുന്നത്. ഡിനോമിനേഷൻസ് മറ്റു കരുതുന്ന കമേഴ്ഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഡിമാൻഡാണ്. സ്തോത്രം. നമ്മൾ 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളും ചർച്ചിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിയാൽ അവിടെ ഈ പരിപാടി ഇല്ലായിരുന്നു. അത് തന്നെ ഇന്ന് നമുക്ക് കാണുന്നല്ലോ, വളരെ മോശകരമായ രീതിയിലുള്ള അവസ്ഥകൾക്ക് മാറിപ്പോകുന്നത്. ഇനി നമ്മുടെ സബ്ജക്റ്റ് അതല്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓരോരുത്തരും ഓർമ്മപ്പെടുന്ന, സഭ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ചർച്ചകളിലേക്ക് പോകാതെ ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നതിന് കൊളോസ്യ ലേഖനം, എഫേസ്യ ലേഖനം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുകയാണ്. കൊളോസ്യ ലേഖനത്തിനാണ് തലയാവുന്ന ക്രിസ്തുവെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ വചനങ്ങൾ ബൈഹാർട്ട് പഠിച്ചതാണ്. കൊളോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 16 തുടങ്ങി നമ്മൾ 21 വരെയും വളരെ വ്യക്തമായി 21, 22 വരെയും നമ്മൾ പഠിച്ചവരാണ്. എന്നാൽ ശരീരം എന്ന കാര്യത്തിൽ വിവരിച്ചിരിക്കുന്ന എഫേസ്യ ലേഖനത്തിലാണ്. അവിടെയാണ് നമ്മൾ ചാപ്റ്റർ 1 തുടങ്ങി വേഴ്സ് 23 വരേക്കും വായിച്ചു. ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച വചനമായിരുന്നു, അവൻ്റെ കൈപ്പണിയായിട്ട് സൽപ്രവൃത്തികൾക്കായിട്ട് നാം ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഇനി വേഴ്സ് 13 തോടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവേശുവിൽ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഇനി സൃഷ്ടിക്കപ്പെടാത്തവർക്ക് എങ്ങനെ ആയിരിക്കാം എന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളതൊക്കെ പല കാര്യങ്ങളും ചിന്തിച്ചു. അതിനെ കുറച്ച് റെഫറൻസിലേക്കായിരുന്നു നമ്മൾ കടന്നുപോയത്. ടാബർനാക്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനായിരിക്കുന്ന സമയത്തായിരുന്നു നമുക്ക് ഈ സാൽവേഷൻ എങ്ങനെ നടക്കുന്നു എന്നത് പലവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എങ്ങനെയാണ് രക്ഷ നടക്കുന്നത്, ഒത്തിരി ഡോക്ട്രിനൽ ഡീവിയേഷൻസ് ഉള്ള സബ്ജക്റ്റാണത്. ശത്രുവിൻ്റെ തന്ത്രം വളരെ പ്രാഗൽഭ്യത്തോടുകൂടി അവൻ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി പ്രവേശിക്കുകയാണ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അറ്റോൺമെൻറ്റിനെ കുറിച്ച് പഠിച്ചു, റിപ്പൻറ്റൻസിനെ കുറിച്ച് പഠിച്ചു, റീജനറേഷൻ എങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും. പുതിയതായിട്ട് ആരെങ്കിലും യൂട്യൂബിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഈ ചാനലിൽ തന്നെ അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് കുറച്ച് ഡീപ്പായിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത്. ഈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള വിഷയം എങ്ങനെയാണ് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നതിനെ കുറിച്ച് നമ്മൾ അല്പമായിട്ട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചിന്തിക്കാൻ പോവുകയാണ്. മാർട്ടിൻ ലൂതറിൻ്റെ കാര്യം നിങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. സോളാസ് ഓഫ് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ 5 സോളാസ്, അതായത് സോള സ്ക്രിപ്ചറ, സോള ഗ്രേഷ്യ, സോള ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്റ്റസ്, സോളി ഡിഗോ ഗ്ലോറിയ, സോള മലയാളത്തിൽ പറയുകയാണെങ്കിൽ സോള സ്ക്രിപ്ചർ എന്ന് പറഞ്ഞ തിരുവെഴുത്ത് മാത്രം, സോള ഗ്രേഷ്യ എന്ന് പറഞ്ഞ വിശ്വാസത്താൽ മാത്രം, ഗ്രേഷ്യ അല്ല, അതിന് ഫിഡെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ മാത്രം. സോള ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ കൃപയാൽ മാത്രം. ദെൻ സോളസ് ക്രിസ്റ്റസ് ക്രിസ്തുവിൽ മാത്രം. സോളി ഡിയോ ഗ്ലോറിയ ദൈവത്തിന് മാത്രം. അതായത് തിരുവെഴുത്തിനെ ആസ്പദമാക്കി വിശ്വാസത്താൽ മാത്രം
കൃപയാൽ ക്രിസ്തുവിലൂടെ മാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വിഷയം. അതായത് മഹത്വം ദൈവത്തിന് മാത്രം. ഇത് മാർട്ടിൻ ലൂതർ ഒരു റിഫോർമേഷൻ കൊണ്ടുവരത്തക്കണം. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആവശ്യകത വന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. വളരെ ശ്രദ്ധിച്ച് എൻ്റെ വാക്കുകൾ മനസ്സിലാക്കണം കേട്ടോ. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങളിപ്പോൾ ലൈവ് കേൾക്കുന്നവരായിക്കോട്ടെ, യൂട്യൂബിൽ കേൾക്കുന്നവരായിക്കോട്ടെ, വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനീ പറയാൻ പോകുന്ന സത്യം മനസ്സിലാവുകയുള്ളൂ. ഞാൻ വളരെ ആത്മാവിൽ മനസ്സിലാക്കിയിട്ടും ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടും ഇതിൻ്റെ ആവശ്യകത ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ കടന്നു വന്ന്, അല്ലെങ്കിൽ വിശ്വാസഗോളത്തിൽ തന്നെ റിഫോർമേഷൻ നടന്ന ചർച്ചുകളിൽ തന്നെ ശത്രു കടന്നു വന്ന് ഇന്നത്തെ ഓരോ അവസ്ഥകളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഒരു റിഫോർമേഷൻ നടക്കേണ്ടി വന്നത്. കാത്തലിസത്തിൻ്റെ ഉത്ഭവം എവിടെയെന്ന് ആദ്യമേ പഠിക്കണം. മിസ്റ്ററി ബാബിലോൺ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് അനേക ക്ലാസ്സുകൾ കാണാം. അല്ലെങ്കിൽ ബൈ വേ ഓഫ് ഡിസെപ്ഷൻ എന്ന ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാത്തലിക്സ് ആർ നോട്ട് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 2 എപ്പിസോഡുകൾ കാണാം. അതിനകത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യൻഡത്തിനകത്ത് കാത്തലിസം എങ്ങനെയാണ് കടന്നു പോകുന്നതിനെ കുറിച്ചുള്ള ഹിസ്റ്ററി അറിയാൻ പറ്റും. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാണ്. നോഹയുടെ ജലപ്രളയത്തിന് ശേഷം പെട്ടകത്തുനിന്ന് പുറത്തു വന്നവർ നോഹയും ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരുമാണ്. അതായത് അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. ആദാമിന് കൊടുത്തിരുന്ന അതേ അനുഗ്രഹങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നോഹയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങൾ സന്താനപുഷ്ടരായി പെരുകി ലോകമെമ്പാടും നിറയണം. നോഹയുടെ 3 മക്കളായിരുന്നു യാഫെത്ത്, ഹാം, ഷേം. ഷേമിൽ നിന്നാണ് അബ്രാഹാമിന് തലമുറ വരുന്നത്. എന്നാൽ ജാഫെത്ത്, ഹാം ഇവരിൽ നിന്നാണ് ജാതികൾ, അല്ലെങ്കിൽ ജാതികൾ എന്ന് പറയാൻ പറ്റില്ല, വിഗ്രഹാരാധന പൊട്ടി പുറപ്പെടുന്നത്. ഇതാണ് ഷേമിന്റെ തലമുറ പിൽക്കാലത്ത് വന്നു. നമുക്ക് അബ്രാഹാമിനെ വിളിക്കുന്ന സമയത്തെ കുറിച്ചുകൊണ്ട് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം അറിയാം. എന്നാൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് കൂശിനെ കുറിച്ച് പറയുന്നുണ്ട്. കൂശിന്റെ മകനായിട്ട് നിമ്രോദ്. എന്നാൽ അവിടെ എല്ലാം ജിനിയോളജി നമ്മൾ വായിക്കുമ്പോൾ സ്ത്രീകളുടെ പേരുകൾ അധികം പറയുന്നില്ല. എന്നാൽ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കുന്നതാണ് കൂശിന്റെ ഭാര്യയായിരുന്നു സെമീറാമിസ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളവർ ആദ്യം ഞങ്ങൾ കേട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ചെവി അടക്കില്ല. ഞാനൊരു സത്യത്തിലേക്ക് വരാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ സെമീറാമിസ് എന്ന സ്ത്രീക്ക് ചില റെവലേഷൻസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചില ഡിവൈൻ നേച്ചറുടെ ഡിവൈൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിനുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട അമ്മയെ അറിയാമല്ലോ, മാതാമൃതാബായി. എത്ര വിദ്യാഭ്യാസമുള്ള ജനമാണ് ആ സ്ത്രീ ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഡിവൈൻ പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള റെവലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിന്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വഞ്ചന എവിടെ തുടങ്ങിയതാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിലെ വിവരണം തുടങ്ങിയതാണ്. അതിന്റെ പർപ്പസ് എന്തായിരുന്നു? ഒരു ഫാൾസ് റിലീജിയനിൽ കൂടെ മാനവജാതിയെ മുഴുവനും ഭരിക്കുക. ദൈവം മനുഷ്യനെ ഭരിക്കുന്നതിന് പകരം ഒരു ഫാൾസ് റിലീജിയനിൽ കൂടെ മാനവജാതിയെ മുഴുവൻ അടക്കി ഭരിക്കുക എന്നൊരു തന്ത്രമായിരുന്നു ഈ സ്ത്രീയിൽ കൂടെ വ്യാപരിച്ച സ്പിരിറ്റിന്റെ ലക്ഷ്യം. ഇതിനെയാണ് മിസ്റ്ററി ബാബിലോൺ എന്ന് പറയുന്നത്. മിസ്റ്ററി ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ അവള് മർമ്മം മഹ്ദിയം ബാബിലോൺ 17-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിലാണ് ഇതിന്റെ നാശം സംഭവിക്കാൻ പോകുന്നത്. അതുവരേക്കും അവൾക്ക് അനേക വേശ്യാപുത്രിമാരുണ്ട്. അനേക റിലീജിയൻസ്, അതായത് അനേക റിലീജിയനിൽ കൂടെ മനുഷ്യനെ അടക്കി ഭരിക്കുന്ന തന്ത്രം നിങ്ങൾക്ക് ഏകദേശം ഇപ്പം മനസ്സിലാകും. അങ്ങനെ ആ റിലീജിയൻ 11-ാം അധ്യായത്തിൽ ബാബേൽ ടവർ പണിയുമ്പോൾ ദൈവം ജനത്തിന്റെ ഭാഷ കലക്കിയത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കോണ്ടിനെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവേണ്ടി വന്നു. ആ സ്പ്ലിറ്റ് ആയി പോയ സമയത്തൊക്കെ തന്നെ ഇത് ഒരു ദിവസം 10-ാം അധ്യായം കഴിഞ്ഞ് 11-ാം അധ്യായം വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. 100 കണക്കിന് വർഷങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ട്. ജനം പെറ്റുപെരുകി ഓരോരോ നേഷൻസ് ആയിട്ട് മാറി. പക്ഷെ ഈ റിലീജിയൻ ഈ പോയ സ്ഥലങ്ങളിലൊക്കെയും വിവിധ പേരുകളിൽ വന്നു.
ഈ കൂഷിന്റെ ഭാര്യ നിമ്രോദ്, കൂഷിന്റെ മരണശേഷം സ്വന്തം മകനായിരിക്കുന്ന കൂഷിന്റെ ഭാര്യ സെറാമീസ് എന്ന് പറയും. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ടു ബാബിലോൺസ് അലക്സാണ്ടർ ഹിസ്ലോപ്പിന്റെ ബുക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. കുറച്ച് ടഫ് ആയിരിക്കുന്ന ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ആ കൂഷിന്റെ ഭാര്യ സെമീറാമിസ് കൂഷിന്റെ മരണശേഷം സ്വന്തം മകനായ നിമ്രോദിനെ തന്നെ വിവാഹം കഴിക്കുകയാണ്. ആ കാലഘട്ടം നിമ്രോദ് നായാട്ട് വീരനായിരുന്നെന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവൻ ജനത്തെ അടക്കിയൊന്നുകൊണ്ട് തന്നെ ദൈവമാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവനെ കുറിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവൻ ദൈവമായിട്ടാണ് ജനം അവനെ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഈ ഷേമിന്റെ തലമുറ നോഹ കാണിച്ച മാതൃക പ്രകാരം ദൈവിക കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സെമീറാമിസിന്റെ വൃത്തികേട് മനസ്സിലാക്കി വളരെ ഇമ്മോറലായിട്ടുള്ള സ്ത്രീയായിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞ് ലൈവാൾ കേൾക്കുന്നവര് നേരത്തെ കേട്ടിട്ടുള്ളവർ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. എന്തുകൊണ്ട് അത് വീണ്ടും പറയണം? അതിൽ വരുന്നത് കൊണ്ട് ആ സ്പിരിറ്റ് ഇന്ന് ഇപ്പോൾ എങ്ങനെ വ്യാപരിക്കുന്നു, എന്തുകൊണ്ടാണ് റിഫോർമേഷൻ മാർട്ടിൻ ലൂതർ വഴി നടക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ഇന്നും അതൊരു റിഫോർമേഷൻ നടക്കേണ്ട ആവശ്യകതയിൽ പെന്തക്കോസ്റ്റ് ചർച്ച് വന്നിരിക്കുന്ന ഒരു അവസ്ഥയെ ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയുള്ളൂ. അങ്ങനെ ഷേമിന് തലമുറ ഈ നിമ്രോദിനെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊടുത്തുവിട്ടു. എന്നാലും ഈ സ്ത്രീ തന്റെ ഇമ്മോറാലിറ്റി വിട്ട് കളഞ്ഞില്ല. അവിഹിത മാർഗത്തിലോ അവൾ വീണ്ടും ഗർഭം ധരിച്ചപ്പോൾ ഒരു വ്യാജ ന്യൂസ് പരത്തി ദൈവമായിരിക്കുന്ന നിമ്രോദ് അവൾ അമ്മയായിരിക്കുന്ന അവളിൽ അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകൻ, അതിന്റെ പേരാണ് തമൂസ്. അങ്ങനെ ഒരു വ്യാജ ട്രിനിറ്റിയെ ഉണ്ടാക്കി. പിതാവ്, മാതാവ്, അല്ലെങ്കിൽ അമ്മ, പുത്രൻ. ഇവിടെയാണ് നിങ്ങൾക്ക് ട്രിനിറ്റി ഹൈന്ദവത്തിലുണ്ട്, കാത്തലിസത്തിലുണ്ട്, പലയിടത്തുണ്ട്. അനേക റിലീജിയണിൽ ഈ ട്രിനിറ്റി വ്യാജ ട്രിനിറ്റി, അതായത് പിതാവ്, അമ്മ അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പുത്രൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിന് വ്യാജമായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ട്രിനിറ്റിയെ ക്രിയേറ്റ് ചെയ്തു. ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പല പല ബയറുകളിലോ അല്ലെങ്കിൽ പല രീതികളിലോ ആണെങ്കിൽ തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് ഒന്ന് തന്നെയാണ്. എന്താണ്? വ്യാജ മതത്തിൽ കൂടെ മനുഷ്യരെ ഭരിക്കുക. നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സാത്താന്റെ സിംഹാസനം ഇരിക്കുന്ന ഇടം പെർഗാമോസ് സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ പറയുന്നത് നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനം ഇരിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ ഈ റിലീജിയൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി വന്ന് പെർഗാമോസിൽ വന്നു. എന്നാൽ പെർഗാമോസിൽ ഉണ്ടായിരുന്ന ഒരു ട്രൈബാണ് എൻഡ്രാസ്കസ്. അവർ റോമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റിലീജിയൻ അവരോട് കൂടെ കടന്നു വന്നു. എന്നാൽ ബാബിലോണിൽ നിന്ന് സ്പ്ലിറ്റ് ആയി പോന്നിരുന്നിട്ടുള്ള സ്പ്രെഡ് ആയിരുന്ന റിലീജിയൻ റോമിൽ നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ റോമൻ റിലീജിയൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബാബിലോൺ സാമ്രാജ്യത്തിൽ കൂടെ വന്ന ഈ റിലീജിയൻ റോമിൽ വന്നപ്പോൾ അവരുടെ ഈ പെർഗാമസിൽ വന്നിരുന്ന റിലീജിയന്റെ കസ്റ്റമുകളും മറ്റു കാര്യങ്ങളും കുറെ അട്രാക്റ്റീവ് ആയിരുന്നത് കൊണ്ട് ഈ സ്പിരിറ്റ് അവിടെ റോമിലുണ്ടെന്ന ചർച്ചിന് വിഴുങ്ങിക്കളഞ്ഞു. റോമലേഖനം എഴുതിയിരിക്കുന്ന ചർച്ചല്ല, റോമൻ ചർച്ച് വേറെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് അല്ല. പിൽക്കാലത്ത് അതിങ്ങനെ ഗ്രോ ചെയ്ത് വന്നു. ഓക്കെ, അങ്ങനെ ആ ബാബിലോണിൽ നിന്ന് തന്നെ ഈ സ്ത്രീയിൽ കൂടെ ആരംഭിച്ചതായിട്ടുള്ള ഈ ഫാൾസ് റിലീജിയൻ അവൾ രഹസ്യമായിട്ട് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ കുറച്ച് ആൾക്കാരെ വർധന വന്നു. അതിനുവേണ്ടി ലീഡേഴ്സിനെ ആക്കി. അവർക്ക് വേണ്ടി പറയുന്നത് കർമ്മേൽ പ്രീസ്റ്റുകൾ എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് കർമ്മേൽ പുത്രിമാർ എന്ന് പറയും, അല്ലെങ്കിൽ കർമ്മേൽ ഡോട്ടേഴ്സ് എന്ന് പറയും. ഈ കർമ്മേൽ പ്രീസ്റ്റുകൾക്ക് ഹെഡായിട്ടാണ് പൊന്തിഫ് ഇന്ന് അതിന് പോപ്പായിട്ട് വന്നിരിക്കുന്നു. ഞാൻ കാത്തലിക്സിനെതിരായിട്ടല്ല പറയുന്നത്. എങ്ങനെയാണ് ഫാൾസ് റിലീജിയൻ കടന്നു വരുന്നത്? എന്തുകൊണ്ട് മാർട്ടിൻ ലൂതർക്ക് റിഫോർമേഷന് വേണ്ടി ഈ കാര്യങ്ങൾ, ഈ 5 സോളാസ് എഴുതേണ്ടി വന്നു? അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം. അങ്ങനെ ഈ പലരും ഈ റോമിൽ കടന്നു വന്ന എൻഡ്രാസ്കസ് മതത്തിലൂടെ ട്രൈബിൽ കൂടെ കടന്നു വന്ന ഈ റിലീജിയൻ റോമിൽ ഉണ്ടായിരുന്ന ആ ഒറ്റ ഫാൾസ് റിലീജിയനും വിഴുങ്ങിക്കളഞ്ഞു. പിൽക്കാലത്ത് ആ സമയത്ത് വളരെയധികം ക്രിസ്ത്യൻ ചർച്ചിന് വളരെയധികം ഉപദ്രവങ്ങൾ കടന്നു വന്നു. അപ്പോൾ ഈ കഷ്ടം സഹിക്കുന്ന മാർഗം വേണ്ട എന്നോട് ചിന്താഗതി കടന്നു വന്നു. നമ്മൾ സ്മരണയുടെ ചർച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ട്രിബുലേഷൻസ് വളരെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും സഭയുടെ അധികാര ശക്തി ക്ഷയിച്ചിട്ടില്ലായിരുന്നു.
ഇരുമ്പിന് തുല്യമായ റോമൻ സാമ്രാജ്യത്തെ കീഴ്മേൽ മറച്ചത് ദൈവസഭയാണ്. എന്തുകൊണ്ടാണ്? ക്രിസ്തു വസിച്ചിരുന്നു. ഇതിന് ദേവദാസൻ സുവിശേഷിച്ചപ്പോൾ വാക്യം പറഞ്ഞല്ലോ, എല്ലാവർക്കും ഭയമായി. ക്രിസ്തു എവിടെ വസിക്കുന്നുവോ, നമ്മൾ എസെക്കിയേൽ പ്രവചനം കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചിരുന്നു അല്ലേ? എസെക്കിയേൽ ആ വിഷയം കണ്ടപ്പോൾ എന്തായി? തന്നോട് കൂടെയുള്ളവരൊക്കെയും ഭയപ്പെട്ടിട്ട് ഓടിപ്പോയി. എസെക്കിയേലിന് പോലും എന്തായി? അത് മരിച്ചവരെ പോലെയായി. ക്രിസ്തു എന്ന് പറയുന്നത് ഇന്നലെ ഇപ്പോ ഞാൻ അവിടേക്ക് വരാൻ പോവുകയാണ്. ചെണ്ടകൊട്ടിയും കരോൾ നടത്തിയും കൊണ്ട് നടക്കുന്ന ഒരു വിഗ്രഹമല്ല ക്രിസ്തു. ഭൂമിയിൽ 3.5 വർഷം ഉണ്ടായിരുന്ന ഒരു മനുഷ്യ ശരീരത്തിലായിരുന്ന യേശു അല്ല ക്രിസ്തു. അവന്റെ ഇന്നത്തെ ആ ഗ്ലോറിഫൈഡ് തേജസ്, ആ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റിനെ യോഹന്നാൻ അല്പമായിട്ട് അതിന്റെ ആ രൂപത്തെ വിഷയം കാണിക്കുകയെന്ന് വെച്ചത്. എന്നാൽ അല്പമായിട്ട് തേജസ് കണ്ടത് പോളാണ്. ബില്യൺസ് ഓഫ് കിലോമീറ്റർ ദൂരയിൽ നിന്ന് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അങ്ങനെ പിൽക്കാലത്ത് കോൺസ്റ്റന്റൈനിൽ കൂടെ നിങ്ങൾക്ക് ചരിത്രങ്ങൾക്ക് അറിയുന്നതാണ്. കോൺസ്റ്റന്റൈൻ ഇതിൽ കൂടെ നുഴഞ്ഞു കയറി ഈ ആക്ച്വൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് വിഴുങ്ങപ്പെട്ടു. 3rd സെഞ്ചുറി, അത് AD 325 തുടങ്ങി 1500 വരേക്കും, അത് 16th സെഞ്ചുറിയുടെ ആരംഭം വരേക്കും പേപ്പൽ ഇമ്മോറാലിറ്റി കൊടികുത്തി വാണു. അപ്പൊ അവിടെ ദൈവവചനത്തിന്, അതായത് 2nd സെഞ്ചുറിയിൽ തന്നെ ഒട്ടുമിക്കവാറും ലേഖനങ്ങളും ബൈബിളുകളും, അതായത് ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാ കിട്ടാവുന്നിടത്തോളം എല്ലാ ഡോക്യുമെന്റ്സും തന്നെ കത്തിച്ചു നശിപ്പിച്ചു. വിശ്വാസികളുടെ പ്രോപ്പർട്ടി കോൺഫിസ്കേറ്റ് ചെയ്തു, പിടിച്ചെടുത്തു. അങ്ങനെ ക്രിസ്തു മതം, കാത്തലിസം അല്ലെങ്കിൽ ബാബിലോണിയ ചർച്ച് മറ്റൊരു പേരിൽ കാത്തോലിസിസം എന്ന രീതിയിലായി തീർന്നു. പക്ഷെ ഇതിന്റെ ഒറിജിൻ എന്താണ്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഒരു ഫാൾസ് റിലീജിയനിൽ കൂടെ മതത്തെ മുഴുവനും, മനുഷ്യരെ മുഴുവനും ഭരിക്കുക. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, രാജാക്കന്മാര് ഭരിക്കുന്നവളാണെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അതായത് ഡിവൈൻ ബൈബിളുമായിട്ട് സ്ക്രിപ്ചറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ക്രിസ്ത്യണ്ടത്തിൽ ഒരു ക്രിസ്തു മതമായിട്ട് ഈ കാത്തലിസം ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലനം തുടങ്ങിയത്. അനേകം ദൈവദാസന്മാരുടെ രക്തം ചിന്തി മെഴുകുതിയെ കത്തിച്ച് കളയുന്നത് പോലെ കത്തിച്ച് കളഞ്ഞിട്ട് കത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് കർത്താവ് ഒരു റിഫോർമേഷൻ കൂടെ ദൈവസഭയെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് തീ കത്തണം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് സ്ക്രിപ്ചറാ, സോളാ സ്ക്രിപ്ചറ, ഫസ്റ്റ് കാര്യം പറയുന്നത് സോളാ സ്ക്രിപ്ചറ, തിരുവെഴുത്ത് മാത്രം. എന്തുകൊണ്ട് അതിന് ആവശ്യം വന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പാപക്ഷമ കിട്ടുന്നത്, ഇൻഡൾജൻസ്. അതായത് കാത്തലിസ്റ്റിന്റെ മെയിൻ മോട്ടിവേഷൻ എന്താണ്? ആ റിലീജിയനിൽ കൂടെ മാനവ തലമുറയെ ഭരിക്കണം. അപ്പൊ പാപത്തെ കുറിച്ച് പഠിപ്പിച്ചു. പാപം ക്ഷമിച്ച് കിട്ടുന്നതിന് ഇതിന് കൊടുക്കുന്ന ഒരു പരിമാണം, ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡൾസ് ആയി പൈസ കൊടുക്കണം. ഇതിൽ കൂടെ കടന്നു വന്നാണ് ഇന്ന് കാത്തലിസത്തിലെ പല റിലീജിയനിൽ നടക്കുന്ന കുംഭസാരം. ഈവൻ പെന്തിക്കോസ്തിലുമുണ്ട് ഈ കാര്യം, കർത്താവെ ക്ഷമിക്കണമേ. ഇതിനാണ് അറ്റോൺമെന്റിനെ കുറിച്ച് പഠിപ്പിച്ചത്. ദൈവം പാപം ക്ഷമിക്കുന്നവനല്ല, പാപം മറയ്ക്കുന്നവന. എങ്ങനെ? ക്രിസ്തുവിൽ. അപ്പോൾ ഈ ഇൻഡൾജൻസ്, അതായത് പണം വാങ്ങി പാപം ക്ഷമിക്കുന്ന കാര്യം, ഇതിനെ പറയുന്ന പേരാണ് ഇൻഡൾജൻസ്. മലയാളത്തിലാണ് ദണ്ഡന വിമോചനം അല്ലെങ്കിൽ ശിക്ഷയുടെ വിമോചനം. എങ്ങനെയാ ഇതിന് ഈ ഇൻഡൾജൻസിനെ കുറിച്ച് കൊണ്ട് സ്ക്രിപ്ചറിൽ എവിടെയും 1ാം നൂറ്റാണ്ടിലോ 2ാം നൂറ്റാണ്ടിലോ 3ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 4ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരേക്ക് ഇതെങ്ങും സ്ക്രിപ്ചറിൽ ഇല്ല. അപ്പോൾ ഈ സ്ക്രിപ്ചറിൽ ദൈവവചനത്തിൽ ഇല്ലാത്തൊരു കാര്യം ചർച്ചിനകത്ത് നടക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിച്ച് ദൈവദാസന്മാരെ കൂടെ പ്രവർത്തിച്ച് അത് വ്യക്തമായിട്ട് കൊണ്ടുവന്നത് മാർട്ടിൻ ലൂതറാണ്. ഞാൻ വീണ്ടും പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്ക്രിപ്ചറിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യം ക്രിസ്തീയ സഭ എന്ന് ക്ലെയിം ചെയ്യുന്ന കാത്തലിസത്തിനകത്ത് ഈ ഇന്റലിജൻസ് കടന്നു വന്നപ്പോൾ, അതായത് പാപക്ഷമ പണം കൊടുത്തു വാങ്ങാം എന്ന് പറയുന്ന പേരാണ് ഇന്റലിജൻസ്.
പണം കൊടുത്ത് പാപക്ഷമ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവന്റെ അല്ല മരിച്ചവർക്ക് വേണ്ടിയും കൊടുക്കാം. എങ്ങനെയാണ് കത്തോലിക്ക മരിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ നവംബർ മാസം മരിച്ചവരെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥനകളായിരുന്നു. അതിനുവേണ്ടി ഒപ്പീസ്, പിന്നെ കുർബാനകള്, പ്രത്യേകമായ കുർബാനകള്, പിന്നെ റാസ, ഇങ്ങനെ പല പരിപാടികളുണ്ട്. ഇതെല്ലാം ഇന്റലിജൻസിന്റെ പരിപാടിയാണ്. പക്ഷെ ഇത് ദൈവവചനത്തിലില്ലാത്തതുകൊണ്ട് മാർട്ടിൻ ലൂഥർ ശബ്ദം ഉയർത്തി ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അവിടെ നിൽക്കട്ടെ. ഇന്നലെ ലോകമെമ്പാടും യേശുവിന്റെ ജനനം വളരെ ശക്തമായിട്ട് ആഘോഷിച്ചു. നിങ്ങൾ പലരും ചിലപ്പോൾ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെറി ക്രിസ്മസ് ഒക്കെ, ഹാപ്പി ക്രിസ്മസ് ഒക്കെ സ്വീകരിക്കുകയോ അയക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. യേശു ജനിച്ച ഒരു കാര്യം സ്ക്രിപ്ചറിൽ എവിടെയെങ്കിലും ജനിച്ച തീയതി എഴുതിയിട്ടുണ്ടോ? സോള സ്ക്രിപ്ചർ. അതായത് ദൈവസഭയ്ക്കകത്ത് പോലും പെന്തിക്കോസിനകത്ത് വെച്ച് കരോൾ. ഞാൻ ഒരിക്കലും ബാംഗ്ലൂർ വെച്ച് ഒരു PYPയുടെ പ്രസിഡന്റ്, ബാംഗ്ലൂരിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ ക്രിസ്മസിന് വേണ്ടിയിട്ട് അവര് ഈസ്റ്ററിനും എല്ലാ റിലേഷനുള്ള പിള്ളേരും കുഞ്ഞുങ്ങളൊക്കെ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ പോയി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരും കൂട്ടി വരുത്തും. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷന് കൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. വേർ ഇറ്റ് ഈസ് ഇൻ ദ സ്ക്രിപ്ചർ. കരോൾ നടത്തിയിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കാം. വേർ ഇറ്റ് ഈസ് ഇൻ ദ സ്ക്രിപ്ചർ. ഇതുകൊണ്ട് അതേ റീഫോർമേഷൻ ഇന്ന് പെന്തിക്കോസ്തിൽ വന്നിരിക്കുകയാണ്, ആവശ്യകത വന്നിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഹിസ്റ്ററി പറഞ്ഞത്? എന്തുകൊണ്ട് സെമീറാസിന്റെ കാര്യങ്ങൾ തുടങ്ങി പറഞ്ഞത് മനസ്സിലായോ? പെന്തിക്കോസ്തിലെ പ്രമുഖന്മാരായിരിക്കുന്നവർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവിടുത്തെ ഒരു ചർച്ചിനകത്ത് അനുവദിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയാ, നമുക്ക് പൊളിറ്റിക്കൽ ലീഡറാ, പക്ഷെ ചർച്ചിന്റെ ഐഡന്റിറ്റി ഡിഫറൻ്റ് ആണ്. നമ്മുടെ കൺവെൻഷനുകളിൽ പ്രധാനമന്ത്രിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് കേരളക്കരയിലെ കാര്യം നോക്കാം. കൺവെൻഷനുകളിൽ രാഷ്ട്രീയക്കാരെ അനുവദിക്കാൻ തുടങ്ങി. സ്ക്രിപ്ചറിൽ എവിടെയെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ലേഖനങ്ങളിലോ അവിടുത്തെ റോമൻ ചക്രവർത്തിമാരെ, ഗവർണർമാരെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടോ? പോളോ, പീറ്ററോ, ജെയിംസോ, ജോണോ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇതുകൊണ്ടാണ് നമ്മൾ സോള സ്ക്രിപ്ചർ. ദൈവവചന അടിസ്ഥാനത്തിലായിരിക്കണം വിശ്വാസ ജീവിതം. വളരെ തന്ത്രപൂർവമാണ് ശത്രു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രിസ്തുവും അവന്റെ ശരീരമാവുന്ന സഭയും തമ്മിലുള്ള ബന്ധം. ക്രിസ്തുവും ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തിയും നിങ്ങൾ പേഴ്സണുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വളരെ എരിവുണ്ടാകണം നിങ്ങൾക്ക്. നിങ്ങളുടെ സോളിനെ കുറിച്ച് ഒരു എരിവുണ്ടാകണം. ഞാൻ എന്റെ പ്രാണനെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ അപ്പനായിട്ട്, അമ്മയായിട്ട്, ഭാര്യയായിട്ട്, കുഞ്ഞുങ്ങളായിരിക്കട്ടെ. No, my soul is so valued for me. എന്തുകൊണ്ടാ? ഇതിനെ വീണ്ടെടുക്കാൻ ജീവൻ നൽകിയത് ദൈവം തന്നെയാണ്. എന്റെ സൃഷ്ടിതാവായ ദൈവം തന്നെയാണ്. ജലസി ആയിരിക്കണം നിങ്ങൾ ഈ കാര്യത്തില്. അപ്പനായിട്ട്, അമ്മയായിട്ട്, ഭാര്യയായിട്ട്, കുഞ്ഞുങ്ങളായിട്ട് പോയല്ല പണി നോക്കാൻ പറയണം. ഇത്തരം കാര്യങ്ങൾ ഈസ് ഇറ്റ് ദേർ ഇൻ ദ സ്ക്രിപ്ചർ? പ്രധാനമന്ത്രിയായിട്ട്, മുഖ്യമന്ത്രിയായിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മന്ത്രിയാകട്ടെ, പ്രതിപക്ഷത്തിന്റെ മന്ത്രിയായിട്ട് ആരും ഈസ് ഇറ്റ് ദേർ ഇൻ ദ സ്ക്രിപ്ചർ? അങ്ങനെ നടത്തുന്ന സഭാ മേധാക്കന്മാർ ചോദിക്കണം, ഈസ് ഇറ്റ് ദേർ ഇൻ ദ സ്ക്രിപ്ചർ? സോള സ്ക്രിപ്ചറാ. ഇപ്പൊ ഞാൻ മനസ്സിലായി എന്തിനാ സെമീറമസിന്റെ കാര്യം തുടങ്ങി പറയാൻ തുടങ്ങിയെന്ന്. ദൈവവചന അടിസ്ഥാനമല്ലാത്ത കാര്യങ്ങളെ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറ്റിക്കൊണ്ട് ശത്രു വായിച്ച തന്ത്രങ്ങളെ ചെറുക്കുന്ന, അങ്ങനെയാണ് റിഫോർമേഷൻ. എവിടുന്ന സെമീറമിസ് ആരംഭിച്ച് ദൈവസഭ വിഴുങ്ങിക്കളഞ്ഞ് 4ാം നൂറ്റാണ്ട് ആരംഭം, അതായത് AD 325 തുടങ്ങി AD 1519 വരേക്ക് നടന്ന സംഭവത്തിൽ നിന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഫിലിപ്പിന്റെ കരൻസിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെന്ന് ജയിക്കില്ലെന്ന്. നിങ്ങൾക്ക് ഐരിവുന്നുണ്ടായിരിക്കണം. എന്നിൽ റിഫോർമേഷൻ നടക്കണം. ഫിസിക്കലായിരിക്കുന്ന ചർച്ചുകൾ വേറെ, എന്നിൽ റിഫോർമേഷൻ നടക്കണം. I will not allow anything
other than what is written in the scripture. നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കണം. അപ്പൊ പലരും പട്ടണ സഭയിൽ ഞങ്ങൾ സ്ക്രിപ്ചർ മാത്രമല്ല, ഞങ്ങള് പിതാക്കന്മാരുടെ പാരമ്പര്യം. ഏത് പിതാക്കന്മാരോ? സെമീറാമിസിന്റെ പിതാക്കന്മാരോ, നിമ്മറോന്റെ പിതാക്കന്മാരോ, തോമസിന്റെ പിതാക്കന്മാരോ? നിങ്ങളുടെ പ്രാണനെ ചവച്ചു തിന്നുകൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് എറിച്ച് നിങ്ങൾക്ക് സമ്പത്ത് ചവച്ചു തരുന്നവരന്മാര്, ജീവിച്ചിരിക്കുന്ന പോക്കറ്റ് അടിക്കുന്നവർ. ഇതാണ് ഇൻഡൾജൻസ്, പണം കൊടുത്ത് പാപക്ഷമ കൊടുക്കുന്നത്. No, forgiveness in Christ only, in Christ only. അത് പറഞ്ഞു വരുന്നുണ്ട്. അടുത്തത് സോള സ്ക്രിപ്ചർ. ദൈവവചനത്തില്ലാത്ത ഒരു കാര്യം പോലെ ഏത് പാസ്റ്റായിട്ട്, സെൻട്രൽ പാസ്റ്റായിട്ട്, തിരുമേനിയായിട്ട്, പോപ്പായിട്ട് പറഞ്ഞാൽ യു ആർ അണ്ടർ ട്രസ്. നീ എന്നെ സത്യ ദൈവത്തിൽ നിന്ന് അകറ്റി എന്റെ പ്രാണനെ കൊന്നുകളയുന്ന നരഭോജിയാണ് നീ. ധൈര്യമായിട്ട് പറയണം. Is it there in the scripture? ക്രിസ്മസിന് എല്ലാ മതവിഭാഗങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ക്രിസ്മസിന്റെ ഉത്സവങ്ങൾ. Is it there in the scripture? ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ദൈവസഭ ക്രിസ്മസ് ആഘോഷിക്കില്ലെന്ന്. ഒരാൾ മാത്രം ലൂക്കോസ് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ അല്പമായിട്ട് പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് കത്തുന്നില്ല? ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാ. നമുക്ക് പലരും എഴുതും, പലരും മെറി ക്രിസ്മസ് എഴുതും, ഹാപ്പി ക്രിസ്മസ് എഴുതും. You can ignore that either. അല്ലെങ്കിൽ തിരിച്ചെഴുതണം. Is there in the scripture? എൻ്റെ ക്രിസ്തു ജനിച്ചിട്ടില്ല, എന്നിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലെ മറിയുടെ ഉദരത്തിൽ യേശു ഉരുവായതുപോലെ പരിശുദ്ധാത്മാവിനാൽ മറിയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ യേശു ഉരുവായതുപോലെ പരിശുദ്ധാത്മാവിനാൽ എന്റെ മനുഷ്യാത്മാവിനാൽ മനുഷ്യ ആത്മാവിൽ യേശു ജനിക്കണം. ഇതാണ് എന്റെ ക്രിസ്മസ്. മനസ്സിലായ? പരിശുദ്ധാത്മാവിനാൽ ഉത്ഭവിക്കുന്ന പ്രജ, വിശുദ്ധ പ്രജ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പരിശുദ്ധാത്മാവിനെ മറിയ്ക്ക് ദൂത് ലഭിച്ചു. നിന്റെ ഗതം എന്നെ നിറവേറട്ടെ എന്നവൾ പറഞ്ഞു. സംഭവിച്ചു. അവളുടെ ഗർഭപാത്രത്തിൽ സൃഷ്ടാവായവൻ ഉരുവായി. ഇതേപോലെ പരിശുദ്ധാത്മാവ് എന്റെ സെൽഫിനെ കുറിച്ച് പാപബോധം വരുത്തി, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുമ്പോൾ ഞാനത് മനസ്സിലാക്കി, എന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി, അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കി, നരകമെന്ന ശിക്ഷയെ മനസ്സിലാക്കി, അതിന് കാരണം എന്റെ പാപമാണെന്ന് മനസ്സിലാക്കി, പാപത്തെ വെറുത്ത് അതിന് പരിഹാരം, അറ്റോൺമെന്റ് നടത്തിയ യേശുവിനെ എന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്ന ആ ജനനമാണ് എന്റെ ക്രിസ്മസ്. ഇതൊരു വിശ്വാസി പറയണം. It is according to the scripture, sola scriptura. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ എന്തുകൊണ്ടാണ് മാർട്ടിൻ ലൂതർക്ക് റിഫോർമേഷന് വേണ്ടി സോള സ്ക്രിപ്ചുറ എന്ന കാര്യം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യകത വന്നത്? പേപ്പൽ ഇമ്മോറാലിറ്റി. രാജാക്കളുടെ മേൽ വാണവളാണ് അവള്. ഇതെവിടെ വരെ ഉണ്ടാവും? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വരേക്ക് ഇത് വളർന്നുകൊണ്ടേയിരിക്കും. വേശ്യകളുടെ മാതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനേക വേശ്യപുത്രിമാരുടെ, അതാണ് ഇന്ന് കാണുന്ന ഫിസിക്കൽ ഡിനോമിനേഷൻസ്. ക്രിസ്ത്യാനി മതങ്ങളായിക്കോട്ടെ, അതർ ദാൻ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ, ഒരു റിലീജിയനിൽ കൂടെ മനുഷ്യനെ ഭരിച്ചുകൊണ്ട് അവന്റെ രക്ഷയെ മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ that is mystery Babylon's ഒരു പാർട്ടാണ്. 90%, more than 90% of Pentecostal churches are included in that one. എന്തുകൊണ്ടാ? സ്ക്രിപ്ചർ അല്ലാത്ത കാര്യങ്ങളെ ചർച്ചിനകത്ത് നുഴഞ്ഞു കയറാൻ അനുവദിച്ചു, ലീഡർഷിപ്പ് അനുവദിച്ചു. സ്റ്റേജുകളിൽ, കൺവെൻഷൻ സ്റ്റേജുകളിൽ രാഷ്ട്രീയക്കാർ വന്ന്
മുഖ്യമന്ത്രി, പ്രതിപക്ഷം, മറ്റ് പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ അവരൊക്കെ വന്ന് കയറി പ്രൈസിനോട് കണ്ടതൊക്കെ പറഞ്ഞു. ഓ, വളരെ സന്തോഷമായി. അതിന്റെ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ നടക്കുന്ന അടിപിടി, രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെറിവിളി, നിയമസഭയ്ക്കകത്ത് തുണി പൊക്കി കാണിക്കുന്നവന്മാരാണ് മന്ത്രിമാരായി നിന്നിട്ടുള്ളത്. ദൈവസഭയ്ക്കകത്ത് തമ്മിൽ കാര്യങ്ങളെ പറഞ്ഞു തീർക്കുവാൻ നിങ്ങൾ ജ്ഞാനിയായവർ ഒരുവരല്ലയോ? അതുപോലെ നിങ്ങള് ജാതികളുടെ ചെല്ലുന്നു. പോലീസ് എന്ന് പറയാണ്, സഹോദര ക്ഷമിക്ക്. പോലീസ് ഹൈക്കോടതിയുടെ തലപ്പത്തിരിക്കുന്നവരെയാണ് പെന്തിക്കോസിനെ ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. വൈ? സോള സ്ക്രിപ്ചർ എന്ന പദം വിട്ടുപോയി. ദൈവവചനത്തിനല്ലാത്ത കാര്യങ്ങളെ ദൈവസഭയ്ക്ക് നുഴഞ്ഞു കയറാൻ അനുവദിച്ചു. ജീവന്റെ വില കൊടുത്തിട്ടാണ് മർമ്മം ബാധ്യൻ അല്ലെങ്കിൽ സെമീറാമിസിൽ കൂടെ വ്യാപരിച്ച് ആരംഭിച്ച വ്യാജ മതത്തിൽ നിന്നും ദൈവസഭയെ റിഫോം ചെയ്തെടുത്തു കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ദൈവസഭയുടെ ഒരു പാർട്ടാണ്. ഞാൻ ക്രിസ്തുമായിട്ട്, ഞാനാണ് സഭ. എന്റെ ദൈവം, ജീവനുള്ള ദൈവം അല്ലെങ്കിൽ ജീവനുള്ള കല്ലാവിന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ ജീവനുള്ള കല്ലുകൾ പോലെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി പണിയപ്പെടുന്ന ഞാൻ. സ്ക്രിപ്ചറിൽ ഇല്ലാത്ത കാര്യം എന്റെ അപ്പനായാലും അമ്മയായാലും ഭാര്യയായാലും പാസ്റ്ററായാലും സെൻട്രൽ പാസ്റ്റർ ആയാലും തിരുമേനിയായാലും പോപ്പായാലും ഐ വിൽ നോട്ട് അലോ. ഞാൻ ആ മാർട്ടിൻ ലൂതറിന്റെ ഒരു മൂവിയുടെ ഒരു ലിങ്ക് താഴെയിടാം. നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളവരായിരിക്കാം. ആരെങ്കിലും കാണാത്തൊരു പുതിയതായിട്ട് കേൾക്കുന്ന കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കാണട്ടെ. എന്തു വില കൊടുത്തിട്ടാണ് റീഫോർമേഷൻ നടന്നതെന്ന്. വിശ്വാസത്താൽ മാത്രം, അതാണ് ആക്ച്വലി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് വിശ്വാസത്താൽ മാത്രം? എന്താ അതിന്റെ കാര്യം? ഇന്റലിജൻസിൽ കൂടെ പാപക്ഷമ വില കൊടുത്തു വാങ്ങാം, പണം കൊടുത്തു വാങ്ങാം. ഇതിനെഗേൻസ്റ്റ് ആണ് മാർട്ടിൻ ലൂതർ കൊണ്ടുവന്നത്. ആ പ്രവൃത്തിയിൽ കൂടെ അല്ല, പണം കൊടുത്ത് ഇന്റലിജൻസിന് പണം കൊടുത്തു വാങ്ങുന്ന പാപക്ഷമയല്ല, വിശ്വാസത്താൽ ക്രിസ്തുവിൽ. റോമാലേഖനം 3-25 വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എ പോപ്പ്, എ സെൻട്രൽ പാസ്റ്റർ. പാപക്ഷമ വിശ്വാസത്താൽ മാത്രം, നോട്ട് ത്രൂ ഇന്റലിജൻസ്. ഈ ബേസിസിനാണ് വിശ്വാസത്താൽ മാത്രം എന്ന കാര്യം കൊണ്ടുവന്നത്. എന്ത്? വിശ്വാസത്താൽ ക്രിസ്തുവിൽ ലഭിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താ? ക്രിസ്തുവിനെ പോലെയായി തീരുക. ഇതിനാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന സബ്ജക്റ്റ്. ക്രിസ്തുവും അവന് ശരീരമായിരിക്കുന്ന സഭ എന്ന് പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ്? വിശ്വാസത്താൽ. ഫോർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ശത്രുവിന് തീയമ്പളക്ക് എടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുക്കുക. വിശ്വാസം എന്ന പരിചയം. സോ ക്രൈസ്റ്റ് ഈസ് അവർ ഷീൽഡ്. എല്ലാവരും സമ്മതിക്കും. യഹോവന്റെ പരിചയം എന്റെ സങ്കേതം, എന്റെ കോട്ടയും ആകുന്നു. അനേക സ്ഥലങ്ങളുണ്ട്. ക്രൈസ്റ്റ് ഈസ് അല്ലെങ്കിൽ ജഹോവ ഈസ് മൈ ഷീൽഡ്. ഇതിനെ കുറിച്ച് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രികൾ എടുക്കാം, ഡോക്ടറേറ്റ് 1, 2, 3, 4 ഡോക്ടറേറ്റ് എടുക്കാം. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ക്രൈസ്റ്റ് ഈസ് അവർ ഷീൽഡ്. നിങ്ങൾക്ക് പരിചയെ കുറിച്ച് പഠിക്കാം, വിശ്വാസത്തെ കുറിച്ച് പഠിക്കാം, പ്രസംഗിക്കാം, പുസ്തകങ്ങൾ എഴുതാം, യൂട്യൂബ് വീഡിയോകൾ ഉണ്ടാക്കാം. പക്ഷേ if we are not experienced that, there is no value in that one. വെറും തലമണ്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്ന നോളേജ് മാത്രമായി തീരും. എങ്ങനെയാണ് വിശ്വാസത്താൽ പാപക്ഷമ കിട്ടുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതിനെ ഡ്യൂട്ടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഓഫീസാണ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുക. അതേപോലെ പരിച
ക്രിസ്തു നിങ്ങൾക്ക് പരിചയം എന്നത് നമുക്ക് വരെ ബുക്കുകളിൽ കൂടെ വായിക്കാം, ബുക്കുകൾ എഴുതാം, വീഡിയോകൾ ഉണ്ടാക്കാം, പ്രസംഗിക്കാം, ഡോക്ടറേറ്റുകൾ എടുക്കാം. പക്ഷേ ക്രിസ്തു നിങ്ങളുടെ പരിചയമാണ് നിങ്ങൾക്ക് വിശ്വാസത്താൽ മനസ്സിലാകണമെങ്കിൽ ശത്രുവിന്റെ തീയമ്പോൾ നിങ്ങളുടെ പ്രാണനിലേക്ക് അയക്കപ്പെടണം. പരിശുദ്ധാത്മാവാണ് അത് ഓർഗനൈസ് ചെയ്തത്. ശത്രുവിന്റെ തീയമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക്, നിങ്ങളുടെ ഇന്റലക്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വിശ്വാസം എന്ന പരിചയം നിങ്ങൾക്ക് വേണ്ടി ആക്റ്റീവ് ആകുന്നത് എന്ന് നിങ്ങൾ അനുഭവിക്കാത്തോടത്തോളം അത് വിശ്വാസമല്ല. That's only knowledge. അപ്പൊ തീയമ്പുകൾ വരുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. തീയമ്പുകൾ വരുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുമ്പോൾ നിങ്ങളുടെ സോളിന് മനസ്സിലാകും നിങ്ങളുടെ വീക്ക്നെസ്. നിങ്ങൾ ഭയപ്പെടും, വെതറും, നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിവില്ലെന്ന് മനസ്സിലാകും. അവിടെ നിങ്ങൾ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് സമ്മതിക്കുവോളം നത്തിങ് വിൽ ഹാപ്പൻ. നിങ്ങൾ പല പല മാർഗങ്ങൾ ഉപയോഗിച്ച് നോക്കും, ഉപസിച്ച് നോക്കും, പ്രവാചകന്റെ അടുത്ത് പോയി നോക്കും, പട്ടിണി കിടന്ന് നോക്കും, പലതും ചെയ്ത് നോക്കും. നത്തിങ് വിൽ വർക്ക് ഔട്ട് അൺലെസ് അതർവൈസ് ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ് റിവീൽഡ് ഇൻ യുവർ സോൾ. ഉയർത്തെഴുന്നേറ്റവന്റെ ക്രിസ്തു നിങ്ങളുടെ പ്രാണനിൽ വെളിപ്പെട്ട് അവന്റെ പുനരുദ്ധാന ശക്തി നിങ്ങളിൽ കൂടെ വെളിപ്പെടുത്താത്തോളം ക്രിസ്തു നിങ്ങൾക്ക് പരിചയമാകുന്നില്ല, അത് വിശ്വാസമായി പരിണമിക്കുന്നില്ല. ഈ കാര്യം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ബിലീവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാ എപ്പിസോഡിലും കൊടുക്കുന്നുണ്ട്. ഈ പുസ്തകം കയ്യിലുള്ളവർ വായിക്കുന്നുണ്ടോ? ഡിഡ് യു എക്സ്പീരിയൻസ് ദാറ്റ്? ഇങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് ഓരോരോ റിലേഷനിലും അതിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന കാര്യം നമ്മുടെ സോളിൽ വെളിപ്പെടുത്തുകയും അവിടെ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പരാശ്രയങ്ങൾ അതർ റിലയൻസ് ഓൺ അതർ തിങ്സ്, വേൾഡ്ലി തിങ്സ്, നോളേജ്, വാട്ടെവർ ഇറ്റ് മേ ബി, ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ ആശ്രയങ്ങളൊക്കെ നമ്മൾ പരിശ്രമിച്ച് നോക്കുമ്പോൾ അതെല്ലാം ഫെയിൽ ആകും. ഒടുവിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് സമ്മതിക്കുവോളം അത് കടന്നു പോകും. ഇതാണ് മലാക്കി 3 പറയുന്നത്. അവൻ വെളിപ്പെടുവോളം ആര് സഹിച്ചു നിൽക്കും? അപ്പൊ വിശ്വാസത്താൽ മാത്രമെന്ന് മാർട്ടിൻ ലൂതർ കാര്യം പറഞ്ഞൊരു ബേസിസ് എന്താണ്? ഇന്റലിജൻസിൽ കൂടെ പണം കൊടുത്ത് പാപക്ഷമ വാങ്ങിക്കുന്ന പരിപാടിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. പണം കൊടുത്താൽ നിങ്ങൾക്ക് പാപക്ഷമ കിട്ടുകയില്ല. വിശ്വാസത്താൽ റോമാലേഖനം 3:25 ബേസ് എന്ന് പറയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പാപക്ഷമ പ്രായശ്ചിത്തമാകേണ്ടത് ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. പോപ്പ് തിരുമേനി, സെൻട്രൽ പാസ്റ്റർ, no, only through Christ, preach Christ crucified. അപ്പോൾ നിന്നിൽ ക്രിസ്തു വസിക്കും. അപ്പോൾ നീ പറഞ്ഞ വാക്കുകൾക്ക് ജീവനുണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധിയുടെ പ്രമാണമായിരിക്കും. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? ആരെങ്കിലും മനസ്സിലാകത്തില്ല, ഒരു പേഴ്സണായിട്ട് ചോദിക്കുക. ഇതില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്രായപ്പോൾ സാധ്യമേ. എന്തുകൊണ്ടാണ് നമ്മൾ പറിച്ചു വരുന്നത്? കണ്ടീഷൻസ് ഓഫ് ദ സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കണ്ടീഷൻ ഇൻ ദ സെൻസ് നോട്ട് വിത്തൗട്ട് വിച്ച്, ദാറ്റ് ഈസ് the process of salvation cannot be accomplished without fulfilling the demands of the above. അത് നമ്മൾ അറ്റോൺമെന്റ്, ദൈവം പിതാവാദയും പുത്രനാദയും തമ്മിലുള്ള കാര്യമാണ്, ഒരു കവനന്റ് ആണ്. അത് നടത്തിയെടുത്തു. ഡിവൈൻ ജസ്റ്റിസിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആയെന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം പ്രൂവ് ചെയ്തു. അത് സുവിശേഷത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. റിപ്പന്റൻസ് നമ്മളിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്. ചേഞ്ച് ദ അൾട്ടിമേറ്റ് ഇന്റൻഷൻ, സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ മാറ്റി കളഞ്ഞിട്ട് ദൈവഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ ഡിസിഷനെ പറയുന്നതാണ് റിപ്പന്റൻസ്. അപ്പോൾ നടക്കുന്ന സംഭവമാണ് റീജനറേഷൻ. അടുത്തൊരു കാര്യമാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമല്ല, the faith in the person of Christ. നിന്നിൽ ഉണ്ടോ ഇല്ലയോ നീ തന്നെ അറിഞ്ഞിരിക്കണം. ഇതിനെ കുറിച്ച് കുറച്ച് അധികമായിട്ട് സംസാരിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിനകത്ത് ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേസ് സാൽവേഷൻ എന്ന് പറഞ്ഞ ഏകദേശം 12 ബൈബിൾ ക്ലാസ്സുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കാണാം. ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ക്രിസ്തു നിങ്ങൾക്ക് പരിചയമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ?
യു ഹാവ് ടു. ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടുള്ള എല്ലാ റിലേഷൻസിലും പരിപൂർണ പ്രാപിക്കാൻ ദൈവവചനം ഫ്രീ ഓഫർ തരുന്നുണ്ട്. ഫ്രീ ഓഫർ, നത്തിങ് ടു പേ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീക്ക്നെസ്സിനെ മനസ്സിലാക്കി തരാനാണ്, അല്ല നിങ്ങളെ കൊല്ലുവാനല്ല. ഓരോ റിലേഷനിലുമുള്ള നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങൾ അങ്ങനെയല്ലോ പാപത്തെ വിട്ടൊഴിഞ്ഞത്, അങ്ങനെയല്ലോ വിഗ്രഹാരാധന വിട്ടൊഴിഞ്ഞത്. എഫേസ്യൻ ചാപ്റ്റർ 2 വേഴ്സ് 11 and 12 എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണമായിട്ട് ബന്ധമില്ലാത്തവർ, പരിച്ഛേദനക്കാരെന്ന് അഗ്രചർമ്മികൾ വിളിക്കപ്പെട്ടവർ, ക്രിസ്തുവിനുള്ള അബ്രാഹാമിനുള്ള വാഗ്ദത്തം, നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾക്കൊരു ബന്ധമില്ലാത്തവരായിരുന്നു. നിങ്ങൾ ലോകത്ത് ദൈവമില്ലാത്തവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ തന്റെ കൃപ അന്നടുത്ത് വരും, സോള ഗ്രേഷ്യസ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പ്രവൃത്തി ആരംഭിച്ചത്. ഈ പ്രവൃത്തി ആരംഭിക്കാത്തവരെല്ലാം ക്രിസ്തുമായിട്ട് ബന്ധമില്ലാത്തവരാണ്. നീ എത്ര കരോട് ആഘോഷിച്ചാലും, എന്തെല്ലാം കുരിശു കൊണ്ട് നടന്നാലും, എന്തെല്ലാം ആഘോഷിച്ചാലും നിങ്ങൾക്ക് അങ്ങോട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ബൈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ആശ്രയം. അങ്ങനെയല്ലോ പാപത്തെ വിട്ടുവഴിഞ്ഞ് നിങ്ങൾ കടന്നു വന്നത്. എന്താ? നിങ്ങൾ ക്രിസ്തു ജനിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഗർഭപാത്രത്തിൽ സൃഷ്ടിതാവായ ദൈവം ഉരുവായതുപോലെ, ജനിച്ചതുപോലെ നിങ്ങളുടെ മനുഷ്യാത്മാവിനിൽ പരിശുദ്ധാത്മാവിനാൽ യേശു ജനിക്കണം. അതിന് പറയുന്ന പേരാണ് വീണ്ടും ജനനം, അല്ലെങ്കിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. ഇത് നടത്തുന്നുണ്ടോ ഇല്ലെന്ന് ഓരോ മനുഷ്യരും ഭൂമിയിലായിരിക്കുന്ന ഓരോ മനുഷ്യനും മനസ്സിലാക്കിയിരിക്കണം. ബിഫോർ ലീവിങ് ദിസ് ബോഡി. ഇത് സീരിയസായ വിഷയമാണ്. ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ ഫെയ്ത്തിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു ക്ലാസ് കൂടി ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവ്, തിരുനാമത്തെ വാഴ്ത്തുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം. കർത്താവ്, ഇത്രയും വലിയൊരു സബ്ജക്റ്റാണ്. നീ ജനത്തെ ഗ്രഹിപ്പിച്ചല്ലാതെ സാധ്യമല്ല കർത്താവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്തിന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, നീ യൂട്യൂബിൽ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും നീ ഒരുക്കുന്ന വ്യക്തികൾക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മെറിറ്റും പറയാനില്ല കർത്താവ്. കാൽവരിയുടെ ക്രൂശിൽ നീ നേടിയെടുത്ത മെറിറ്റ് അല്ലാതെ മറ്റൊന്നുമില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഒരു ജനത്തെയും ഇസ്രായേലിൽ നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.